ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് പൂരിയും പൊങ്കലും മിൻറ്റ് ചട്നിയും ആപ്പിൾ അച്ചാറുമാണ് കേട്ടോ. നമ്മൾ എന്നും പൂരിയുടെ കൂടെ മസാലയല്ലേ ഉണ്ടാക്കുന്നത്. അതിന് പകരം ഇന്ന് ഞാൻ മിൻറ്റ് ചട്നിയാണ് ഉണ്ടാക്കിയത്. അതിന് വേണ്ടത് 1 കപ്പ് മിൻറ്റ് കഴുകി വൃത്തിയാക്കണം, 1 കപ്പ് തേങ്ങ, 3 വറ്റൽമുളക്, വെളുത്തുള്ളി, 1 കഷ്ണം പുളി കൂടെ നമുക്ക് എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ വേണം. ചീനിച്ചട്ടി അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത്. 1 സ്പൂൺ നല്ലെണ്ണ മതി. ശകലം ഉഴുന്ന്, മുഴുവൻ ഉഴുന്നാണ് ഞാനിവിടെ എടുത്തത്. അതിനെ നന്നായിട്ട് വറുത്തെടുക്കണം. അത് കഴിഞ്ഞ് ഇതിലേക്ക് ആദ്യം നമുക്ക് മുളക് ചേർക്കാം. അത് കഴിഞ്ഞ് മിൻറ്റാണ് ചേർക്കേണ്ടത്. മിൻറ്റ് ഈ എണ്ണയിൽ നന്നായിട്ട് വഴറ്റണം. അതിലേക്ക് വെളുത്തുള്ളിയും പുളിയും ചേർക്കണം. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് തേങ്ങ, 1 കപ്പ് തേങ്ങ എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് നമുക്ക് അതിനെ വഴറ്റിയെടുക്കുക. തണുത്തതിന് ശേഷം മിക്സി ജാറിൽ അടിച്ചെടുക്കണം. നല്ല ടേസ്റ്റിയായ ഹെൽത്തിയായ പുതിന ചട്നി റെഡിയായി. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം. ഈ പൂരി മാവാണെങ്കിൽ പച്ചവെള്ളവും ഉപ്പും കൂടെ ചേർത്ത് ഉണ്ടാക്കിയതാണ്. ഗോതമ്പ് മാവിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ പൂരി മാവ് പരത്തി പൂരി നമുക്ക് ചുട്ടെടുക്കാം. ഒരു വശം വെന്ത് ഇനി നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ട് അതും വെന്തതിന് ശേഷം നമുക്ക് എടുക്കാം. അടുത്തത് നമുക്ക് എണ്ണയിലേക്ക് നമുക്ക് പൂരി പരത്തിയത് മാവ് നമുക്ക് എണ്ണയിലോട്ട് ഇടാം. ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് തവി കൊണ്ട് ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ പൂരി നന്നായിട്ട് പൊങ്ങി വരും. നല്ല പഫനെ വരും കേട്ടോ. ഇത് നല്ല ഗോതമ്പ് മാവാണ്. നമ്മുടെ പൂരി ആവശ്യത്തിനുള്ള പൂരിയെല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പൂരിയും പൊങ്കലും പുതിന ചട്നിയും ആപ്പിൾ ചട്നിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കഴിച്ചത്. അതിൻ്റെ കൂടെ പപ്പായ കൂടെ ചെറിയ കഷ്ണങ്ങളാക്കി കഴിച്ചു. പപ്പായ ആരോഗ്യത്തിന് നല്ലതല്ലേ, അതുകൊണ്ടാണ്. നിങ്ങളും ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.